ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു നിൽക്കുന്ന ഗംഗ എല്ലാവരും കഴിച്ച് എഴുന്നേക്കാൻ ഒരുങ്ങുന്ന കണ്ടതോടെ വേഗം പറഞ്ഞു, ഞാനിന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും മഹിയും രാഹുലും പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് എടുത്തു. ഉടനെ തന്നെ അത് കേട്ട് ഹൈമോദിയും പറഞ്ഞു, എനിക്കും വേണം ഒരു ഗ്ലാസ് പായസം. അപ്പോഴാണ് ദേവയാനിയുടെ നേരെ തിരിഞ്ഞ്, എന്നാ അമ്മയ്ക്കും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ ദേവയാനി പറഞ്ഞു, എനിക്ക് പായസം വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് മതി. അത് കേട്ട ഉടനെ തന്നെ ശരിയെന്ന് പറഞ്ഞ് ഗംഗ കിച്ചണിലേക്ക് പോയി. കൈ കഴുകാനായി നേരെ വാഷ്റൂമിനരികിലേക്ക് എത്തിയ ദേവയാനി അവിടെ നിന്ന് ശ്രേയയോട് പറഞ്ഞു, ശ്രേയ, ഇത് പറ്റിയ അവസരമാണ്, നീ ഇപ്പോൾ തന്നെ ആ വിഷവുമായിട്ട് വേഗം കിച്ചണിലേക്ക് ചെല്ലണം. അപ്പുറത്തെ വാതിലൂടെ കയറിയാൽ മതി. ഗംഗ ഒരു കാരണവശാലും കാണരുത്. അത് നീ ജ്യൂസിൽ കലർത്തണം. 2 സ്പൂണേ ഒഴിക്കാൻ പാടുള്ളൂ എന്നുകൂടി ശ്രേയ ഓർമ്മിപ്പിച്ചു. ശരിയെന്ന് പറഞ്ഞ് ശ്രേയ അവിടെ നിന്ന് പോകുന്നു. ടേബിളില് അതിരിപ്പുണ്ടെന്ന് കൂടി ശ്രേയ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേവയാനി നേരെ ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും മഹിയും രാഹുലും ഒപ്പം ഹൈമോദിയും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനായി വാഷ്റൂമിനരികിലേക്ക് പോയി. ഈ സമയത്ത് ഗംഗ ദേവയാനിക്കുള്ള ജ്യൂസ് റെഡിയാക്കുവാനായി മിക്സി റെഡിയാക്കി വെച്ച് അവിടെ ജ്യൂസ് അടിക്കാനായി ജാറെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ ബൗളിൽ പായസം പകർന്നെടുത്തു. അത് എടുത്തതിന് ശേഷം അവർക്ക് എല്ലാവർക്കും കൊടുക്കുവാനായി ഗംഗ കിച്ചണിൽ നിന്ന് നേരെ ഡൈനിങ് ടേബിളിനരികിലേക്ക് പോയി. ഈ തക്കം നോക്കി കിച്ചണിന്റെ അപ്പുറത്തെ വാതിലിലൂടെ വേഗം ശ്രേയ അകത്തേക്ക് കടന്നു. ജ്യൂസ് അവിടെ റെഡിയാക്കാനായി മിക്സി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് പതുക്കെ ശ്രേയ ശബ്ദമുണ്ടാക്കാതെ അവിടേക്ക് എത്തി. തന്റെ കയ്യിലിരുന്ന ആ പോയിസൺ കുപ്പിയിലേക്കൊന്ന് നോക്കിയിട്ട് ശ്രേയ പറഞ്ഞു, 2 സ്പൂണേ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെ? എന്നാ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോട്ടിലുണ്ടായിരുന്ന പോയിസൺ മുഴുവൻ ആ ജ്യൂസിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ ഗംഗ ഇന്നത്തോടെ ഈ വീടിന്റെ പടിയിറങ്ങുമെന്നും അതുപോലെ തന്നെ ദേവയാനി എന്ന് പറയുന്ന ആ എന്റെ ഏറ്റവും വലിയ പാരയായിട്ടുള്ള ആ സ്ത്രീയും ഇവിടെ നിന്ന് പോകും. ഇനി എനിക്ക് മാത്രം സ്വന്തമാണ് എന്റെ മഹിയേട്ടനും ഈ കൈലാസവും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അങ്ങനെ അക്കാര്യം ഓർത്ത് വലിയ ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഗംഗ കിച്ചണിലേക്ക് മടങ്ങി വരുന്നത് കണ്ടു. ഗംഗയുടെ കണ്ണിൽ പെടാതിരിക്കാനായി വേഗം ശ്രേയ ആ ഡൈനിങ് ടേബിളിനരികിൽ നിന്ന് വേഗം രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറുന്നു. ഈ സമയത്ത് ശ്രേയ അവിടെ നിൽക്കുന്നത് അറിയാതെ ഗംഗ അകത്തേക്ക് കയറുകയും അവിടെ ഇരുന്ന ജ്യൂസിൽ നിന്ന് ജാറിൽ ജ്യൂസ് എടുത്ത് ആ ഗ്ലാസ്സിലേക്ക് പകർന്ന് വേഗം ഗംഗ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ കാഴ്ച കണ്ട് ശ്രേയ ഗംഗയുടെ കണ്ണിൽ പെടാതെ വേഗം രക്ഷപ്പെട്ടു. ഗംഗ ജ്യൂസുമായി ദേവയാനിക്കരികിലേക്ക് ചെല്ലുന്നത് കണ്ട് സന്തോഷത്തോടെ ശ്രേയ തന്റെ ഇത്തവണത്തെ പദ്ധതി വിജയിക്കുക തന്നെ ചെയ്യുമെന്ന സന്തോഷത്തിൽ തുള്ളിച്ചാടി കിച്ചണിൽ നിന്ന് നേരെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഗംഗ തനിക്കുള്ള ജ്യൂസുമായി അരികിലേക്ക് വന്നത്. ദേവയാനി ആ ജ്യൂസ് ഒന്ന് കയ്യിലെടുത്തു. അതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആകെ ആകെ ഒരു മടുപ്പോടുകൂടി ആ ജ്യൂസ് കുടിക്കാനായി തുടങ്ങുമ്പോൾ ഉടനെ പായസം കുടിച്ചതിന്റെ ശേഷം ഹൈമോരി പറഞ്ഞു, അതെ നാത്തൂൻ എന്തായാലും ജ്യൂസ് വാങ്ങിച്ചത് നന്നായി, പായസം ഒന്നും കൊള്ളത്തില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് ഹൈമോദി പറഞ്ഞു. അപ്പോഴേക്കും മഹി പറഞ്ഞു, ആരാ പറഞ്ഞത്? ഇത് നല്ല പായസമാണല്ലോ. അതെ, ആന്റിക്ക് അങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞ് ഹൈമോദിയുടെ ആ അഭിപ്രായത്തെ തകർത്തുകൊണ്ട് മഹി നല്ല അഭിപ്രായം പറഞ്ഞു. അത് കേട്ട് അങ്ങനെ ഗംഗ നിൽക്കുമ്പോഴേക്കും ഉടനെ ഹൈമോരി പറഞ്ഞു, അതെ, എനിക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് മതിയായിരുന്നു, ഈ പായസം എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഹൈമോദി ഗംഗയോട് തനിക്കും ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ ഇതിന്റെ ബാക്കി ജ്യൂസ് കാണുമല്ലോ, അതെനിക്ക് കൊണ്ട് തന്നാൽ മതി എന്ന് ഹൈമോദി പറഞ്ഞതും ദേവയാനി അത് കേട്ടിട്ട് പറഞ്ഞു, അല്ല ഹൈമോദി, ഞാനിത് കുടിച്ചിട്ട് പോരെ ഹൈമോദിക്ക്, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം, എന്നിട്ട് ഹൈമോദി ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചാൽ മതി എന്ന് അറിയിച്ചു. ആ, എന്നാ അങ്ങനെ തന്നെ മതി നാത്തൂനെ എന്ന് ഹൈമവതിയും മറുപടി നൽകി. അങ്ങനെ ഹൈമവതിയുടെ അഭിപ്രായം കേട്ട് ദേവയാനി വളരെ മടുപ്പോടുകൂടി ആ ജ്യൂസ് കുടിക്കാനൊരുങ്ങി. ആദ്യം ഒരു കവൾ കുടിച്ചതും വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നിയ ദേവയാനി മനഃപൂർവ്വം ഇത് തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ആദ്യ വഴിയാണെന്നുള്ള ചിന്താഗതിയിൽ വീണ്ടും ആ ജ്യൂസ് 1-2 കവൾ കൂടി കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞതും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ദേവയാനിക്ക് തോന്നി. ദേവയാനി വേഗം തന്നെ വാഷ്റൂമിനരികിലേക്ക് ഓടുന്നു. അങ്ങനെ വാഷ് ബേസിനരികിലെത്തി ദേവയാനി വൊമിറ്റ് ചെയ്യുന്ന കണ്ടതോടെ മഹിയും രാഹുലും പിന്നാലെ ഓടിയെത്തി. എന്താ അമ്മേ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് അവർ ഓടി വന്നു. ഉടനെ ദേവയാനി വീണ്ടും വൊമിറ്റ് ചെയ്യുന്ന കണ്ടതോടെ എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചു. പെട്ടെന്ന് തന്നെ ദേവയാനി ആകെ തളർന്ന് അവശയായി. ഉടനെ ദേവയാനിയെ കയ്യിൽ
ചേർത്ത് പിടിച്ചുകൊണ്ട് മഹിയും രാഹുലും നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ നിന്ന് ഹൈമോദി ചോദിച്ചത്, ഇനി ജ്യൂസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു തളർച്ച ഉണ്ടായത്? എന്തായാലും ജ്യൂസ് കുടിച്ചപ്പോഴല്ലേ നാത്തൂൻ ഇങ്ങനെ വന്നത് എന്ന് ഹൈമോദി ചോദിച്ചു. ഉടനെ ശ്രേയം അവിടേക്ക് ഓടിയെത്തി. എന്തായാലും എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ആന്റിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ശ്രേയയും പറഞ്ഞു. അങ്ങനെ ശ്രേയയുടെ കൂടി അഭിപ്രായം കേട്ടതോടെ മഹി വേഗം ദേവയാനിയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് രാഹുലിനോട് പറയുന്നു. അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ദേവയാനി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്ന് ശ്രേയ ഹൈമോദിയോട് ചോദിച്ചു, അല്ല അമ്മ എങ്ങനെയുണ്ട്? ആന്റിക്ക് ഇപ്പോ ആ പോയിസൺ പ്രവർത്തിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ ഹൈമോദി ചോദിച്ചു, അത് ശരി, അപ്പോ നീ ആ ജ്യൂസിലാണ് കുഴപ്പമുണ്ടാക്കിയിരുന്നത് അല്ലെ? ഞാൻ ആ ജ്യൂസ് ഒരു ഗ്ലാസ് വേണമെന്ന് ഞാനും പറഞ്ഞിരുന്നു, ഞാനത് കുടിച്ചിരുന്നെങ്കിൽ എന്തായാലേ എന്ന് ചോദിച്ചപ്പോ ഹൈമോദിയോട് ശ്രേയ ചോദിച്ചു, അതിന് അമ്മ അത് കുടിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. അമ്മ ഗംഗയുടെ കയ്യിൽ നിന്ന് പായസം വാങ്ങിച്ച് കുടിക്കുന്നതല്ലേ ഞാൻ കണ്ടത്. എന്നിട്ട് അമ്മ വേഗം അത് മാറ്റി ജ്യൂസ് കുടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലെ അമ്മയ്ക്ക് കിടക്കാമായിരുന്നു. അത് മാത്രമല്ല, എന്നോട് 2 സ്പൂൺ ഒഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അത് മുഴുവൻ അതിൽ കലർത്തിയിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും ദേവയാനി എന്ന് പറയുന്ന ആ സ്ത്രീ തിരിച്ചു വരാൻ പാടില്ല. ഇനി നമുക്ക് മാത്രം ഈ കൈലാസം സ്വന്തമാകണം. ഒരു പിടിക്ക് 2 പക്ഷി, ദേവയാനിയും തീരും, അതോടെ ആ ഗംഗയും ഇവിടെ നിന്ന് പോകും. അങ്ങനെ നമുക്ക് മാത്രമായിട്ട് ഈ കൈലാസത്തിൽ അങ്ങനെ റാണികളായി വിലസാം എന്ന് ശ്രേയ പറഞ്ഞു. അത് കേട്ടതും ഹൈമോരി പറഞ്ഞു, എന്തായാലും നാത്തൂന് എന്തെങ്കിലും സംഭവിച്ചാലല്ലേ എന്ന് ചോദിച്ചതും, അമ്മേ വാ നമുക്ക് എന്തായാലും ലൈവായിട്ട് ആ കാഴ്ച കാണണ്ടേ, മഹിയേട്ടൻ അവളെ ഇറക്കി വിടുന്നതും അതുപോലെ തന്നെ ദേവയാനി ആന്റിയുടെ മരണവും അത് നമുക്ക് ലൈവായിട്ട് കാണാം, നമുക്ക് ഓർമ്മൂടെ പോകാം, വേഗം വാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ ഹൈമവതിയും വിളിച്ചുകൊണ്ട് നേരെ കാറിലേക്ക് ചെന്ന് കയറുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടറെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് മഹിയും മറ്റുള്ളവരെല്ലാം. ഗംഗയും അവർക്കൊപ്പം അവിടെ വന്നിരുന്നു. ഈ സമയത്ത് ഡോക്ടർ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാനായി കാത്തുനിന്ന മഹിക്ക് അരികിലേക്ക് ഡോക്ടർ എത്തി. ഉടനെ മഹി ആകാംക്ഷയോടെ ചെന്ന് ചോദിച്ചു, ഡോക്ടർ എന്തായി, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, മഹി ഇപ്പോ ദേവയാനിയുടെ നില വളരെ ഗുരുതരാവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, അകത്ത് പോയിസൺ ചെന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വളരെ മാരകമായിട്ടുള്ള പോയിസൺ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയിസൺ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് അറിയണം എന്ന് പറഞ്ഞു. അത് കേട്ടതും ഹൈമോരി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കൊപ്പമായിരുന്നല്ലേ നാത്തൂൻ ഫുഡ് കഴിച്ചത്, പിന്നെ എങ്ങനെ നാത്തൂന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ആശങ്കയോടെ അവർ സംസാരിച്ചു. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അതെ, ഇന്ന് ജ്യൂസ് കൊടുത്തതല്ലേ ഗംഗ, ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമല്ലേ ആന്റിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതിന് പിന്നിൽ എന്താ ഉണ്ടായെന്ന് ഇവിടെ ഗംഗയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഗംഗയാ ആ ജ്യൂസ് കൊടുത്തത് എന്ന് പറഞ്ഞു. ബാക്കി ഭക്ഷണമൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ചതാണ്, ആന്റി പ്രത്യേകിച്ച് കഴിച്ചത് ജ്യൂസ് മാത്രമാണ് എന്ന് ശ്രേയ പറഞ്ഞു. ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, എന്തായാലും അവസാനം കഴിച്ച ഫുഡിൽ നിന്നാണ് പോയിസൺ അകത്ത് ചെന്നിരിക്കുന്നതെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് പോയിസൺ ആണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഫുഡ് ഐറ്റം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഡോക്ടർ അന്വേഷിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി അത് എടുത്തോണ്ട് വരാം എന്ന് മഹി അറിഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ, എന്നാ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ മഹി, വേഗം മഹി അത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ മഹി എല്ലാവരോടും പറഞ്ഞതിന് ശേഷം അവിടുന്ന് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ഗൗരിയുടെ അമ്മയും ആങ്ങളെയും കൂടി വീണ്ടും വക്കീലിനെ കാണുവാൻ എത്തുന്നു. വക്കീല് അവരോട് പറഞ്ഞു, അതെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തണം, എന്നാൽ മാത്രമേ ഉള്ളൂ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയൂ ആ കുട്ടി ആ വീട്ടിൽ സുരക്ഷിതയല്ല എന്നുള്ള സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കും. അതിന് എന്തെങ്കിലും ഒരു കുറുക്കുവഴി കണ്ടെത്തിയേ തീരൂ. ഇപ്പോ ഗംഗ രണ്ടാനമ്മയായി ആ കുട്ടിക്ക് അരികിൽ ഉണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിനോടുള്ള ഗംഗയുടെ സ്നേഹം അത് ആ കുട്ടി തീർച്ചയായിട്ടും കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തും. അങ്ങനെ വരുമ്പോ ഗംഗയുടെ ആ സ്നേഹവും കരുതലും അത് കുഞ്ഞിന് വളരെയേറെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കോടതി നമുക്ക് അനുകൂലമായി വിധി പറയാൻ സാധ്യതയില്ല എന്ന് വക്കീൽ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ഗൗരിയുടെ അമ്മ പറഞ്ഞു, അതെ ഞാൻ കുഞ്ഞിനോട് ആവർത്തിച്ച് പറഞ്ഞതാണ് ഞങ്ങൾക്കൊപ്പം വരാനായി, പക്ഷേ മാളു ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാകുന്നില്ല. അതാ ഗംഗയും മഹിയും കൂടി ഓരോന്നും പറഞ്ഞ് മോളുടെ മനസ്സ് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഇപ്പം ഗംഗയ്ക്ക് മോളോട് വലിയ കാര്യമൊക്കെ തന്നെയായിരിക്കാം, ശരി തന്നെ, പക്ഷെ അവൾക്ക് മഹിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അവൾക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ
ആ കുഞ്ഞിനോടാവില്ലേ അവൾക്ക് സ്നേഹം. പിന്നെ എന്റെ മോളുടെ കുഞ്ഞ് അവൾക്ക് ഒരു അധികപ്പറ്റായി മാറും. അങ്ങനെ എന്റെ മോളുടെ കുഞ്ഞിനെ അവര് ഇട്ടു തട്ടാൻ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്ന് ആ അമ്മ പറയുന്നത് കേട്ട് വക്കീല് പറഞ്ഞു, അതെ, ഇപ്പോ ഈ ഗംഗ എന്ന് പറയുന്ന പെൺകുട്ടി അത് രണ്ടാനമ്മയല്ലേ, സ്വന്തം അമ്മയ്ക്ക് വരെ എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നു. അപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ആ പെൺകൊച്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. അതിന് നിങ്ങൾ ശരിക്കും നിരീക്ഷിക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്താൻ കഴിയൂ എന്ന് അവരോട് വക്കീല് അറിയിച്ചു. അത് കേട്ടതും ഉടനെ ഗോകുല് പറഞ്ഞു, അതെ, എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ ഞാനൊരു കാര്യം കണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ നേരായ വഴിക്ക് മുന്നോട്ട് പോയാൽ കുട്ടിയെ നമ്മുടെ കൂടെ കൊണ്ടുവരിക അസാധ്യമാണ്. അതുകൊണ്ട് ചില കുറുക്കു വഴികളൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതാണ് നല്ലത്. ഈ ഒരു കാര്യത്തിന് നേരായ വഴിക്ക് പോയാൽ നമ്മളുടെ കാര്യം സാധിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഗൂഗിൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും കുറുക്കു വഴിയുണ്ടോ, അതാണ് ബെസ്റ്റ് എന്ന് വക്കീലും സമ്മതിച്ചു. എന്നാ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അവർ തീരുമാനിക്കുമ്പോൾ മഹി ഹോസ്പിറ്റലിലേക്ക് അവസാനമായി കഴിച്ച ആ ജ്യൂസുമായിട്ട് ഹോസ്പിറ്റലിലെത്തി അത് ടെസ്റ്റിനായി കൊടുത്തു. ഈ സമയത്ത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ റിപ്പോർട്ടിനായി വെയിറ്റ് ചെയ്തങ്ങ് നിൽക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് അവസാനമായി കഴിച്ച ജ്യൂസിൽ നിന്ന് അമ്മയുടെ ഉള്ളിൽ വിഷം കലർന്നിട്ടുള്ളതാണ്. അങ്ങനെ എന്റെ അമ്മയെ അപായപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഇനി ആ ജ്യൂസിൽ തന്നെയാണോ പ്രശ്നമുള്ളതെന്ന് ഉടനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമല്ലേ എന്ന് പറയുമ്പോ ഇനി അധിക നേരം കാത്തു നിൽക്കണ്ടല്ലോ എന്ന് ശ്രേയ പറഞ്ഞു. ഉടനെ തന്നെ റിപ്പോർട്ട് വരുവില്ലേ, അപ്പോ നമുക്കറിയാവല്ലോ എന്ന് പറയുമ്പോ ഡോക്ടറും നേഴ്സും കൂടി അവിടേക്ക് എത്തി. മഹേ, നിങ്ങളുടെ സംശയം ശരിയാണ്. അവസാനമായി കുടിച്ചെന്ന് പറഞ്ഞ് ആ ജ്യൂസിൽ തന്നെയാണ് പോയിസൺ കലർന്നിട്ടുള്ളത്. അത് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതോടെ രാഹുൽ പറഞ്ഞു, അയ്യോ, അതിന് പുറത്തു നിന്നുള്ള ഫുഡൊന്നും അല്ല, അത് വീട്ടിലുണ്ടാക്കിയ ജ്യൂസ് തന്നെയാണ്, അതും ഗംഗ തന്നെയാ അത് ഉണ്ടാക്കിയത് എന്ന് രാഹുൽ പറഞ്ഞു. ഉടനെ തന്നെ ഹൈമവതിയും ശ്രേയയും അത് ഗംഗ ഉണ്ടാക്കിയ ജ്യൂസ് തന്നെയാണ്, അപ്പോ ഇവിടെ തന്നെ മനഃപൂർവ്വം അതിലെന്തോ പോയിസൺ കലർത്തിയതാണ് എന്റെ നാത്തൂനെ അപായപ്പെടുത്താൻ എന്ന് ഹൈമവതി പറഞ്ഞു. ഉടനെ ശ്രേയയും പറഞ്ഞു, അതെ, ആന്റിയോട് എന്തോ വൈരാഗ്യം ഇവളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഇവൾ മനഃപൂർവ്വം ആന്റിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, ഏയ്, ഞാനൊന്നും അത് കലർത്തിയിട്ടില്ല, ഞാൻ ആ ജ്യൂസ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ അതിലൊന്നും പ്രത്യേകിച്ച് കലർത്തിയിട്ടില്ല എന്ന് ഗംഗ മഹിയെ നോക്കി അറിയിച്ചു. മഹിക്ക് അപ്പോഴേക്കും ആകെ സംശയമായി. ഞാൻ പറയുന്നത് സത്യമാണ്, എന്നൊന്ന് വിശ്വസിക്കേ എന്ന് പറഞ്ഞതും ശ്രേയ പറഞ്ഞു, മതിയടി, നിർത്ത്, നിന്റെ ഈ കള്ളക്കണ്ണീരൊന്നും ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതും ഉടനെ ഡോക്ടർ പറഞ്ഞു, അതെ മഹി, ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട്, ഈ പോയിസൺ കലർന്നിട്ടുള്ള ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ട് ഇത് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാ വേണ്ടതെന്ന് മഹി ഉടനെ ഒന്ന് തീരുമാനിച്ച് ഞങ്ങളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം ICUലേക്ക് കയറിപ്പോയി. ഇത് കണ്ട ഉടനെ രാഹുൽ പറഞ്ഞു, അതെ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അതിന് കാരണക്കാരായവരാരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോയി. ഈ കാഴ്ച കണ്ട ഹൈമോരി പറഞ്ഞു, കണ്ടില്ലേ, രാഹുലിന് അവന്റെ അമ്മയോട് സ്നേഹമുണ്ട്, അതാണ് അവൻ അങ്ങനെ പ്രതികരിച്ചത്. എന്നാ സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ചത് നിന്നെയല്ലേ മഹി, എന്നിട്ടോ നിനക്ക് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ എന്റെ നാത്തൂൻ കിടക്കുന്നത് കണ്ടിട്ട് പോലും നിനക്ക് നിന്റെ ഭാര്യ പറയുന്നതാണല്ലേ വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് മഹിയോട് ഹൈമവതി ദേഷ്യപ്പെട്ടു. ഇത് കേട്ട ഉടനെ മഹി ആകെ ദേഷ്യത്തോടെ ഗംഗയോട് പറഞ്ഞു, ഗംഗേ, നീ ഇപ്പോ ഇവിടെ നിന്ന് പോകണം. അത് കേട്ടതും ഗംഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹിയോട് പറഞ്ഞു, മഹിയേട്ടാ, ഞാൻ ഒന്നും ചെയ്തില്ല, എന്നെ ഒന്ന് വിശ്വസിക്കേ. അപ്പോഴേക്കും മഹി പറഞ്ഞു, വേണ്ട ഗംഗേ, ഇനി നീ കൂടുതലൊന്നും പറയണ്ട, നീ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് ഗംഗയോട് മഹി ദേഷ്യത്തോടെ അറിയിച്ചു. അത് കേട്ട ഉടനെ ശ്രേയയും ഹൈമവതിയും വലിയ സന്തോഷത്തോടെ അങ്ങനെ നിന്നു. ഉടനെ ഗംഗ ആകെ സങ്കടപ്പെടുന്നത് കണ്ട് ശ്രേയ പറഞ്ഞു, അതെ, നിർത്ത്, നിന്റെ ഇത്തരം പൊങ്കണ്ണീരൊന്നും ഇവിടെ ആരുടെ അടുത്തും കാട്ടേണ്ട കാര്യമില്ല, ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് ഞങ്ങൾക്ക് എപ്പോഴേ അറിയാം, അതുകൊണ്ട് നീ ഇത്തരം അഭിനയമൊന്നും ഇവിടെ കാഴ്ചവെക്കണ്ട, മര്യാദയ്ക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഗംഗയോട് ചൂടാവുകയാണ് ശ്രേയ. ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന വേദനയിൽ ഗംഗ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗംഗയെ അവിടെ നാട്ടി ഇറക്കി വിട്ടതിന്റെ സന്തോഷത്തിൽ ശ്രേയയും ഹൈമവതിയും അങ്ങനെ നിൽക്കുമ്പോ ഗംഗ ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവ് മഹിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടെ അവരങ്ങനെ നോക്കി നിന്നു. ഈ സമയത്ത് ഗംഗ ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ശ്രേയ പെട്ടെന്ന് അപ്പുറത്തേക്ക് മാറി നിന്ന് നകുലിന്റെ ഫോണിലേക്ക് വിളിച്ചു. നകുൽ കോൾ എടുത്തതും ഗംഗ പറഞ്ഞു, അതെ, ആ പദ്ധതി സക്സസ് ആയി, ആ പോയിസൺ ഇല്ലേ, അത് തീർച്ചയായിട്ടും വിജയം കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ തന്നെ ആന്റി സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കുകയാണ്.
ഇപ്പോ മഹിയേട്ടൻ അതിന്റെ ദേഷ്യത്തിൽ ഗംഗയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുന്നു. മഹിയേട്ടന് ഇനി ഗംഗയെ കാണണ്ട എന്നുള്ള രീതിയിലാണ് മഹിയേട്ടന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇനി താമസിയാതെ ആന്റി കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നേക്കുമായി ഗംഗയെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതിനുശേഷം ഉടനെ ഡിവോഴ്സ് നടക്കും. അതോടെ ഗംഗ എന്ന ശല്യം ഒഴിവായി കിട്ടും എന്ന് ശ്രേയ നകുലിനോട് പറയുന്നു. അത് കേട്ടതും നകുൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. ഇനി ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മഹി ഒരു കാരണവശാലും ഗംഗയെ സ്വീകരിക്കാൻ തയ്യാറാകില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലല്ലേ, ഇനി ആന്റി മരിച്ചില്ലെങ്കിലോ എന്ന് നകുൽ ആശങ്കയോടെ ശ്രേയോട് ചോദിച്ചിട്ടും ശ്രേയ പറഞ്ഞു, അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും ആന്റിക്ക് മരണം സംഭവിക്കും, അത് ഉറപ്പാണ്. ആന്റിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് നകുൽ, ഇത് നിനക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇനി നിനക്ക് അവളെ തട്ടിക്കൊണ്ടു പോകുന്ന യാതൊരു പ്രശ്നവുമില്ല. ഒരു കാരണവശാലും മഹിയേട്ടൻ പിന്നാലെ വരികയുമില്ല എന്ന് പറഞ്ഞപ്പോ നകുൽ പറഞ്ഞു, എന്തായാലും ഡിവോഴ്സ് നടക്കട്ടെ, അതിനുവേണ്ടിയാ ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞപ്പോ നകുലിനോട് ശ്രേയ ചോദിച്ചു, അതിനെന്താ നീ ഡിവോഴ്സിനായി കാത്തിരിക്കുന്നത്? അത് നിനക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട് അവളെ വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കാനൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചതും നകുൽ പറഞ്ഞു, അവളെ വിൽക്കാൻ പോകുന്ന അവളെ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് എന്തിനാ? സത്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അവൻ പിന്നെ അവളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് പിന്നാലെ വരില്ലല്ലോ, അക്കാര്യം ഓർത്താ ഞാൻ പറഞ്ഞത് എന്ന് നകുൽ അറിയിച്ചു. അത് കേട്ട ഉടനെ ശ്രേയ ഇനി ഒരു കാരണവശാലും ഗംഗ തനിക്കൊരു പ്രശ്നമായി തന്റെ മുന്നിൽ ഉണ്ടാവില്ലെന്നുള്ള സമാധാനത്തിൽ ഇനി മഹിയേട്ടൻ എനിക്ക് മാത്രം സ്വന്തമാണെന്ന് അഹങ്കാരത്തോടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ശ്രേയ നിൽക്കുമ്പോൾ തിരികെ കൈലാസത്തിലെത്തിയ ഗംഗ ആകെ വിഷമത്തിലായി. റൂമിലിരുന്ന് സങ്കടത്തോടെ ഗംഗ അങ്ങനെ ഇരിക്കുമ്പോ സ്കൂൾ വിട്ടു വന്ന മാളു വാതിക്കലെത്തി ഗംഗ കരയുന്നത് കണ്ട് വിളിച്ചു, ഗംഗയെ എന്താ പറ്റിയത്? ഗംഗ എന്തിനാ കരയുന്നത്? അപ്പോഴേക്കും അവിടേക്ക് ഗൗരിയുടെ ആത്മാവും വന്നെത്തി. മാളു അരികിലേക്ക് വന്ന് ഗംഗയോട് കാര്യം ചോദിച്ചതും ഗംഗ സങ്കടത്തോടെ മാളുവിനോട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാളു പറഞ്ഞു, എനിക്കറിയാം എന്തോ കുഴപ്പമുണ്ട്. എന്താ ഗംഗ എന്തിനാ കരയുന്നത്? ഉടനെ മാളു ഗംഗയുടെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു. അപ്പോഴേക്കും ഗംഗ കാര്യങ്ങൾ പറഞ്ഞു. ദേവയാനിക്ക് സംഭവിച്ച പ്രശ്നം എന്താണെന്നും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് മഹിയുടെ പെരുമാറ്റവും ഒക്കെ ഗംഗ വിഷമത്തോടെ മാളുവിനോട് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം മാളു ഗംഗയുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഗംഗ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാലോ, ഗംഗ വിഷമിക്കാതെ എന്ന് പറഞ്ഞത് മാളുവിനോട് ഗംഗ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാളൂട്ടി. പക്ഷേ മഹിയേട്ടൻ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ അതെല്ലാം ചെയ്തതെന്നാണ് മഹിയേട്ടന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് ഗംഗ സങ്കടത്തോടെ മാളുവിനോട് തന്റെ വിഷമങ്ങൾ പങ്കുവെക്കുന്നു.